ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഒരു ക്യൂട്ട് ലിറ്റിൽ മുംബൈ വ്ലോഗാണ് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി എൻ്റെ ഒപ്പം ഉണ്ട്. കുറേ സ്ഥലത്തൊന്നും ഞങ്ങൾ പോകുന്നില്ല, പക്ഷെ പോകുന്ന സ്ഥലങ്ങളിൽ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ആയിരിക്കും കാണിക്കുക. എനിവേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞങ്ങളിപ്പോൾ കരിപ്പൂർ എയർപോർട്ട് എത്തി. എക്സൈറ്റഡ് ആണോ പോവാൻ? മുംബൈ പോകാൻ എക്സൈറ്റഡ് ആണോ? ഉണ്ണിക്കുട്ട എക്സൈറ്റഡ് ആണോ മുംബൈ പോവാൻ? ഉണ്ണിക്കുട്ട എക്സൈറ്റഡ് ആണോ? ഗൈസ്, ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് കയറി. നാത്തു ജസ്റ്റ് ഉറങ്ങി. ഇപ്പം അമ്മയും ഉറങ്ങായിരുന്നു. ഇപ്പം എഴുന്നേച്ചു. ഇതാണ് എൻ്റെ മൂത്ത ചേച്ചി. ഇതാണ് മൂന്നാമത്തെ ചേച്ചി. നോക്ക് നോക്ക് നോക്ക്, പപ്പ കൊച്ചിനെ കൊഞ്ചിക്കുന്നു. സൂപ്പർ ഗൈസ്, നാട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫ്ലൈറ്റിൽ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ ഈ വ്യൂവൊക്കെ കാണാനായിട്ട്. അതും ഇപ്പോൾ എഴുന്നേറ്റ് ജില്ലിങ് ആണ്. ഫസ്റ്റ് ഫ്ലൈറ്റിൽ ജില്ലിങ് ആണ്. എന്നെ എടുക്കല്ലേ എന്ന് പറയുന്ന ചേച്ചിയാണ് ഈ കാണുന്നത്. ആള് മൂന്നാമത്തെ ആളാണ്. ജസ്റ്റ് ഇങ്ങോട്ട് നോക്കൂ, എൻ്റെ വ്ളോഗാണ്. ഒരു ഹായ് പറ. അപ്പം ഞങ്ങൾ മുംബൈ എയർപോർട്ട് എത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് മുംബൈയിൽ. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രതീക്ഷയില്ല. ഭയങ്കര ഹ്യൂജ് എയർപോർട്ടാണ് കേട്ടോ. മമ്മിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചേച്ചിയുടെ മമ്മിയുടെ അടുത്തോട്ട് പോവാണ്. ആകൊക്കെ അവരെടുക്കാനായിട്ട് പോയിക്കുക, പപ്പയൊക്കെ. സോ ഇവിടെയുണ്ട് കുഞ്ഞാവ, ഇവിടെയുണ്ട് കുഞ്ഞാവ. ഉറക്കത്തിലാണ് ആള്. ഹീറോ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നു. സൂപ്പാണ്. സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് വന്നത്. എങ്ങനെയുണ്ട് സൂപ്പ്? എങ്ങനെയുണ്ട്? ഇതാണ് അന്തേരിയിലെ മഹേഷ് ലഞ്ച് ബോക്സ്. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്നോട് പറയും. ഇത് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ കഴിക്കുന്ന സൂപ്പ് മറൈൻ ഐറ്റംസിന്റെ ഫുഡാണ്. സ്ക്വിഡ്, ഇത് കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? കഴിച്ചിട്ടുണ്ടോ? ഓക്കെ. ഇതൊരു പക്ഷേ ഇത് ടേസ്റ്റിയാണ് കേട്ടോ. ഡിഫറെൻ്റ് ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. ഗൈസ്, ഈ ഒരു സാധനം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പം നമുക്കിത് കാണാൻ സാധിക്കില്ല. ഇത് ക്രാബ് ക്രാക്കറാണ്. രസമുണ്ടല്ലേ? മട്ടൻ കറി, ചിക്കൻ കറി, നീർദോശ കഴിച്ചു നോക്കട്ടെ. ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് അന്തേരി എന്ന് പറയുന്ന ലൊക്കേഷനുള്ള മഹേഷ് ലഞ്ച് ഹോൾ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. പേഴ്സണലി ഞാനൊരു സീ ഫുഡ് ഫാനൊന്നും അല്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഗൈസ്, ഞങ്ങളിപ്പം അടൽ സേതു ബ്രിഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിൻ്റെ റിമെമ്പറൻസിനുള്ള ഒരു ബ്രിഡ്ജാണ്. 2024 ജാനുവരിയിൽ പ്രൈം മിനിസ്റ്റർ ഇനാഗ്രേറ്റ് ചെയ്ത ബ്രിഡ്ജാണ്. ഏറ്റവും ലോങ്സ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ്. സോ വേൾഡിൽ തന്നെ 12th ലോങ്സ്റ്റ് ബ്രിഡ്ജാണ്. നവി മുംബൈനെ കണക്ട് ചെയ്തുകൊണ്ട്, ലിങ്ക് ചെയ്തുകൊണ്ട് വരുന്ന ബ്രിഡ്ജാണ്. ശരിക്കും പറഞ്ഞാൽ 21.8 കിലോമീറ്റേഴ്സ് ഉണ്ട്. 16.5 കിലോമീറ്റേഴ്സ് ഓവർ ദ സീയും ആൻഡ് 5.5 കിലോമീറ്റേഴ്സ് ഓവർ ദ ലാൻഡുമാണ്.
സോ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാൻ ബാക്കി. നമ്മളപ്പോൾ അടൽ സെയ്തു ബ്രിഡ്ജിലേക്ക് കയറി. ആക്ച്വലി ഇറ്റ് ഈസ് വെരി നൈസ്. ഭയങ്കര വ്യൂ ആണ്, നൈറ്റ് വ്യൂ. റോഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് റോഡാണ്. കാരണം നമുക്കിവിടെ അങ്ങനെ ഇറങ്ങാനോ ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റില്ല. കാരണം ഫോട്ടോസൊക്കെ ഇല്ലീഗലാണ് ശരിക്കും ഇറങ്ങിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ച് കയറുക, ഇത്രയും 21.8 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുക. ഇടയ്ക്ക് പെട്രോൾ തീർന്നാൽ നമ്മളവിടെ കിടക്കും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അറേബ്യൻ സീയുടെ മുകളിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. രാത്രിയത്തെ വ്യൂ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. രാത്രിയത്തെ വ്യൂ ഒന്നും പറയാനല്ലോ, രക്ഷയില്ല. നമ്മളിപ്പോൾ താജ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മറൈൻ ഡ്രൈവ് ഒക്കെ വന്നിരിക്കുകയാണ്. രാവിലെ വരണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം, പക്ഷെ കുഴപ്പമില്ല. രാത്രിയിലും ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള സിറ്റിയാണ്. നമുക്കൊന്ന് കാണാം. ഏകദേശം 12 മണിയായി സമയം രാത്രി, പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു വൈബുണ്ട്. രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഗൈസ്, ഞങ്ങളിപ്പോൾ ബഡേമിയയിലാണുള്ളത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കബാബ് സെൻ്ററാണ് മുംബൈയിൽ. ചേച്ചി വ്ളോഗിങ് ആണോ ചേച്ചി? വെരി ഫേമസ് റെസ്റ്റോറൻറ്റ് 1946 എന്നൊക്കെ സ്റ്റാർട്ട് ആയത് ഇയാളാണ് ബഡേമിയ. കബാബാണ് സ്പെഷ്യൽ ഐറ്റം. ഇപ്പം ഞങ്ങളിപ്പം ഏകദേശം രാത്രി ഒരു 12:30 ആയി. അപ്പം ഞങ്ങൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കബാബാണ്. കബാബിന് ഫേമസ് ആണ് ബൈദ റൊട്ടി, ചിക്കനാണ് ഫില്ലിങ്സ്. ഇത് റുമാലി റൊട്ടിയും ചിക്കൻ കറിയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഡേ 2 ആണ് മുംബൈ വ്ളോഗിൻ്റെ. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നത്, 2:00 ആയി. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ്. ഇപ്പം ഏകദേശം 9:15 ആയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എല്ലാവരും പോയി, ഞാനും കൂടി ഉള്ളൂ. 10 ആകുമ്പം കൗണ്ടർ അടയ്ക്കും. അപ്പോഴത്തേനും കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അടയ്ക്കാറായി. അതുകൊണ്ട് കുറച്ച് ഉള്ളൂ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്തു. പപ്പയും മമ്മിയും കഴിച്ചു കഴിഞ്ഞു. മമ്മി ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ മുംബൈ എയർപോർട്ടിലാണ്. കുറച്ച് ലേറ്റായി, എല്ലാം ഓടിക്കൊണ്ടിരിക്കുക. 3 o'clock ഫ്ലൈറ്റ്. ഇന്നധികം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കൂടുതൽ ഫാമിലി ടൈം ആയിരുന്നു. പിന്നെ ട്രാഫിക് കാരണം അധികം സ്ഥലത്തും പോകാൻ പറ്റില്ല. മുംബൈ എയർപോർട്ട് ഒരു രക്ഷയില്ല. ഇഷ്ടമായി. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബട്ടനും കൂടി ഞാൻ നിർത്തി കേട്ടോ.